ഋതുവിൽ നമ്മൾ കൂടെ കൂട്ടിയതാണ്. അന്നു മുതൽ നമ്മുടേതെന്ന്, നമ്മുടെ മലയാളികളുടേതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലിയാണ് ഇന്ന് നമ്മൾക്കൊപ്പം, കൈരളിക്കൊപ്പം ഈ ഓണദിനത്തിൽ ഒത്തുചേരുന്നത്. ആസിഫ്, ഓണാശംസകൾ ആദ്യം. താങ്ക് യു. ഹാപ്പി ഓണം. അപ്പോൾ കൈരളിയെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുണ്ട് ആസിഫ് അലിയോട് സംസാരിക്കുമ്പോൾ. നമ്മുടേത് എന്ന് മലയാളികളോട് മൊത്തത്തിൽ പറയുമ്പോഴും കൈരളിക്ക് അതിനകത്തൊരു പേഴ്സണലായിട്ടുള്ളൊരു എലമെന്റ്. അതെ, ശരിക്കും ഞാൻ ഇൻട്രൊഡക്ഷന്റെ കഴിഞ്ഞിട്ടൊന്ന് മാറ്റി പറയണമെന്ന് ഓർത്തായിരുന്നു. ഇതിന് മുന്നേ കൂടെ കൂട്ടിയതാണ് എന്നെ കൈരളി. ഞാനത് ആക്ടർ എന്നുള്ള നിലയിൽ മലയാളികൾക്ക് വേണ്ടി പറഞ്ഞാണ്. ബാക്കി ആസിഫാണ് അതിലേക്ക്, ആസിഫിന്റെ ഒരു ഓർമ്മയുടെ കാലം കൂടിയാണത്. നമ്മൾ കൈരളിയിലെ ഹംതും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്ത ലൈവ് അതാണ്. അഞ്ജലി എന്ന് പറഞ്ഞൊരു വിജയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ മറ്റൊരു ചാനലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ലൈവ് പെട്ടെന്ന് ട്രെൻഡ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ലൈവ് ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടി. കൈരളിയിൽ വരുന്നത് പേടിച്ചു. ഞാൻ ആദ്യമായിട്ട് ബ്ലൂ മാറ്റില് ഷൂട്ട് ചെയ്തത് അതായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ടി വിയിൽ കാണുമ്പോൾ ശീലമായി. ഞാൻ ആ സമയത്ത് നമ്മൾ അങ്ങനെ ഇന്ററാക്ഷൻസും ടി വിയിൽ കാണുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കും എന്ത് കൂളായിട്ടുള്ള ജോലിയാണ് ആങ്കറിംഗ് എന്നുള്ളത്. നമുക്ക് നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ ഒരു സ്റ്റുഡിയോ റൂമിൽ കയറുന്നു, അത് ചുറ്റും ബ്ലൂ ആണ്, ഒരു ക്യാമറയുണ്ട്, ഒരു വികാരമില്ലാത്തൊരു ക്യാമറമാനും ഉണ്ടാവും. ക്യാമറ ഞെക്കിട്ട് അയാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ ഈ 1 മണിക്കൂർ ഇന്ററാക്ഷൻസും എന്റർടൈൻ ചെയ്യുക എന്ന് പറയുന്നതിന്റെ വെല്ലുവിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞത് കൈരളിന്നായിരുന്നു. സത്യം. അത് ശരിക്കും ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റുഡിയോയുടെ ഒരു ഏകാന്തത കൂടിയുണ്ട്. അതിനകത്തുകൂടി നമ്മൾ വളരെ എക്സ്പ്ലോർ ചെയ്യണം, അവർക്കൊപ്പം ട്രാവൽ ചെയ്യണം. വല്ലാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ്. ചാനൽ, എനിക്ക് തോന്നുന്നത് ചാനലിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പുറത്തെ ലോകം ഓടുന്ന സ്പീഡ് നമ്മൾ അറിയേയില്ല. നമ്മൾ ആ ചാനലിന്റെ അകത്ത് ആ ലോകത്തിലേക്ക് നമ്മൾ അങ്ങ് ഒതുങ്ങും. സത്യമാണ്. അപ്പോൾ അങ്ങനൊരു കൈരളി എന്ന് പറയുന്ന ഒരു കൈരളി കൂടിയാണ് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഒരു പ്രത്യേകതയാണ്. പോട്ടെ, ഈ ഓണം വന്നപ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു കേട്ടോ, ഈ ഓണത്തിനുള്ള ആദ്യത്തെ ഓണം ഇന്റർവ്യൂ ആണ് എന്ന പ്രത്യേകത, സ്പെഷ്യാലിറ്റി കൂടി ഈ സംസാരത്തിനുണ്ട് അല്ലേ? സെറ്റിലെ ഒരു ഓണം ഒക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. സെറ്റിലെ ഓണം കോട്ടയം ബെൽറ്റ് ജിസ് ജോയി ഡയറക്ട് ചെയ്യുന്ന കോട്ടയം ബെൽറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് കുറച്ചൊരു 15-20 ദിവസത്തോളം തൃശ്ശൂരായിരുന്നു. ഇപ്പൊ ഷിഫ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് വന്നു. അപ്പം ഓണം ആഘോഷിക്കണമല്ലോ. ആഘോഷിക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ വേണം. അപ്പൊ ഏറ്റവും നല്ലത് ലൊക്കേഷനിൽ ആഘോഷിക്കാനാണ്. ഒത്തിരി നമ്മൾ പ്രത്യേകിച്ച് ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 70 ദിവസത്തോളം നമ്മൾ ഒരു കുടുംബമായിട്ടായിരിക്കും എല്ലാവരും നിൽക്കുന്നത്. അതിന്റെ ഇടയിലേക്ക് ഒരു ആഘോഷവും കൂടെ വരുമ്പോൾ ഈ സ്ട്രെസ്സും ടെൻഷനും എല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ശരിക്കും ഞങ്ങൾ ഓണം ആഘോഷിച്ച് തുടങ്ങി ഇന്നലെ മുതൽ. നല്ല വൈബായിരുന്നു, നന്നായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മുടെ അശോകേട്ടൻ, നന്ദുചേട്ടൻ, ജിസ്റ്റു ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി നമ്മൾ സ്ക്രീനിൽ കണ്ടു തുടങ്ങിയ ആളുകളുടെ കൂടെ ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞൊരു സന്തോഷം എനിക്കും ഉണ്ട് മനസ്സിൽ. ഓക്കെ. ബേസിക്കലി ഈ ഓണക്കാലം ആക്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. തുടക്കകാലവും പണ്ടൊക്കെ കുറച്ചുകൂടി ഓണം റിലീസുകളൊക്കെ വളരെ സജീവമായിരുന്നൊരു കാലമുണ്ട്. അങ്ങനെ ഒരു ആക്ടർ എന്ന നിലയിൽ ആസിഫിൻ്റെ ഓണക്കാലം, ഓണം റിലീസുകൾ, അതിൻ്റെ ടെൻഷനും സന്തോഷവും, അങ്ങനെ ഒരു മെമ്മറിയിലേക്ക് പോകാൻ പറ്റുമോ? ശരത്, എനിക്ക് എപ്പോഴും എൻ്റെ അടുത്ത് ഏതൊരു ഫെസ്റ്റിവൽ, ഇപ്പൊ ഓണവും ക്രിസ്മസോ പെരുന്നാളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും ആ ഫെസ്റ്റിവൽ കംപ്ലീറ്റ് ആവുന്നത് ഒരു റിലീസോട് കൂടിയാണ്. ഇപ്പൊ ഓണം റിലീസസ് ഉണ്ടായിരുന്നു, ഒത്തിരി ഓർമ്മകളുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന, അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ ഇപ്പൊ അന്ന് എടുത്തു പറയുകയാണെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ പടം ഉണ്ടാകും. അപ്പൊ അതിന്റെ പാട്ടുകൾ കണ്ടു തുടങ്ങുന്നു. അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ പോസ്റ്റേഴ്സ് റോട്ടി കാണാൻ തുടങ്ങുന്നു. പിന്നെ അത് തിയേറ്ററിലെത്തി കാണുന്നത് വരെ ആണ് ശരിക്കും ആ ഒരു, ഇപ്പൊ ഓണമാണെങ്കിൽ ആ ഓണത്തിന്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ സിനിമയിലേക്ക് വന്നപ്പോൾ ഫെസ്റ്റിവൽ റിലീസസ് എനിക്ക് കിട്ടാൻ തുടങ്ങി. ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ കിഷ്കിന്ധകാണ്ഡം റിലീസ് ആയത് ഒരു ഓണത്തിനായിരുന്നു. അത് ഇപ്പൊ എന്നോട് ഏതായിരിക്കും ഫേവറേറ്റ് ഓണത്തിന് ചോദിച്ചാൽ അത് 2024 അല്ലേ? എനിക്ക് തോന്നുന്നു ആ വർഷത്തെ കളക്ഷനിൽ ഏറ്റവും മുമ്പിൽ നിന്ന പടങ്ങളിലൊന്ന്, ഒപ്പീനിയനിലും ഏറ്റവും നല്ല. 2024 പൊതുവേ എനിക്കൊരു നല്ല വർഷമായിരുന്നു. തലവനിൽ തുടങ്ങി സിനിമയായിരുന്നു. അതിനുശേഷം കിഷ്കിന്ധകാണ്ഡമായാലും അഡ്യൂസ് മിഗോസ് ആണെങ്കിലും അതും വളരെ ഡിഫറെന്റ് ആയിരുന്നല്ലോ.
കുറച്ച് ഒരു നല്ല ഔട്ട് ആൻഡ് ഔട്ട് അഭിനയിക്കേണ്ടി വന്നില്ല എന്ന് പറയുന്ന പോലെ സുരാജിനെ ഇട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്ന ഒരു ക്യാരക്ടർ. അത് കെട്ടിയോളാണെന്റെ മാലക്കയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അജി പീറ്റർ തങ്കം എന്ന് പറഞ്ഞിട്ട്. തങ്കത്തിന്റെ ഒരു പ്രത്യേകത അതെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആണ്. തങ്കം നേരിട്ട് കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതിന് കുറെ കൂടെ ഒറിജിനാലിറ്റി ഉണ്ടാവും. നമുക്ക് പറഞ്ഞു തരുമ്പോഴും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തും അതിന് എങ്ങനെയൊക്കെ ഫൈൻ ട്യൂൺ ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ അത് ഈ രണ്ട് ക്യാരക്ടേഴ്സും തങ്കം എനിക്ക് തന്ന ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്.